വൺ ഡേ വൺ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഹോക്കി ഫണ്ട് പരിപാടിക്കിടയിലുണ്ടായ അസ്വസ്ഥതകൾക്കും അതുപോലെ ഹാനിയും ജസ്റ്റിനും തമ്മിലുള്ള സംഗീത പങ്കാളിത്തം തകരുന്നതും നമ്മൾ കണ്ടല്ലോ. അതിനുശേഷമുള്ള തുടർച്ചയാണ് നമ്മൾ അടുത്തതായി കാണുന്നത്. കഴിഞ്ഞ തവണ നേരിട്ട വലിയ മാനസികാഘാതത്തിന് ശേഷം ഹാന ഇപ്പോൾ വല്ലാത്തൊരു തകർച്ചയിലൂടെയാണ് കടന്നുപോകുന്നത്. സാധാരണയായി വളരെ സജീവമായിരിക്കുന്ന അവളുടെ മനസ്സ് ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണത്തിലല്ല. കളിസ്ഥലത്തെ ഡെലാനി ഗോൾ അടിക്കുന്നതും തന്റെ ജീവിതം തകർത്ത ആ പഴയ ക്രൂരനായ മനുഷ്യൻ തൊട്ടുമുന്നിൽ നിൽക്കുന്നതുമായുള്ള കറുത്ത ഓർമ്മകൾ അവളുടെ ഉറക്കം കെടുത്തുകയാണ്. ബാൻഡ് പരിശീലനത്തിനിടയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നതോടെ തന്റെ അച്ഛനൊരു അടിയന്തര ആവശ്യമുണ്ടെന്ന വ്യാജ കാരണം പറഞ്ഞ് അവൾ അവിടെ നിന്നും വേഗത്തിൽ രക്ഷപ്പെടുന്നു. പുതിയ പാട്ടിന്റെ പുരോഗതിയെക്കുറിച്ച് സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകാൻ പോലും ആകാതെ അവൾ ഒഴിഞ്ഞു മാറുകയാണ്. കടുത്ത മാനസിക അസ്വസ്ഥതയും തന്റെ സ്കോളർഷിപ്പ് നഷ്ടപ്പെടുമെന്ന ഭയവും കാരണം വരാനിരിക്കുന്ന വലിയ ഹോക്കി മത്സരം കാണാൻ താൻ വരുന്നില്ലെന്ന് അവൾ തന്റെ കൂട്ടുകാരോട് വ്യക്തമാക്കുന്നു. മറുവശത്ത് റാൻസം ഹോക്കി ടീമിന്റെ മിന്നും താരമായ ഗാരറ്റും ഒട്ടും ശാന്തനല്ല. കഴിഞ്ഞ ദിവസം ടീം അംഗങ്ങളുമായി ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പുറമെയാണ് എതിർ ടീമായ സെന്റ് ആന്റണീസിലെ പുതിയ താരമായി ആരോൺ ഡെലാനി എത്തിയിരിക്കുന്നത്. ഡെലാനി എത്രത്തോളം അക്രമാസക്തനായ കളിക്കാരനാണെന്ന് ഗാരറ്റിനും സംഘത്തിനും നന്നായി അറിയാം. ഇതിനെല്ലാം പുറമെ തന്റെ ഭൂതകാല പീഡനങ്ങളുടെ മുഖമായ അച്ഛൻ ഫിൽ ഗ്രഹാം കളി കാണാൻ നേരത്തെ തന്നെ സ്റ്റേഡിയത്തിലെത്തുന്നതോടെ ഗാരറ്റിന്റെ സമ്മർദ്ദം ഇരട്ടിയാവുന്നു. കളിക്കിറങ്ങുന്നതിന് മുൻപ് ഹാനയോടൊന്ന് സംസാരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവളെ ഫോണിൽ കിട്ടുന്നില്ല. ഇതേസമയം കോളേജ് ക്യാമ്പസിലെ ഡ്രാമ ബിൽഡിംഗിൽ ആലി അവളുടെ മുൻ കാമുകനായ ഷീനുവുമായുള്ള ബ്രേക്കപ്പിന്റെ വിഷമത്തിലാണ്. അവന് വോയിസ് മെസ്സേജ് അയച്ചതിന് ശേഷം നിൽക്കുന്ന ആലിയെ കാണാൻ സുഹൃത്ത് ബോ എത്തുന്നു. അവിടെ ഒരു മാസ്റ്റർ ക്ലാസ്സിനായി എത്തിയ പ്രശസ്ത നടി ജൊവാന മാക്സ്വെല്ലിനൊപ്പം പുതിയൊരു ഓഡീഷനു വേണ്ടി ഡയലോഗുകൾ വായിക്കാൻ റീഡറായി ആലിയെ ആ സുഹൃത്ത് ആവശ്യപ്പെടുന്നു. വലിയൊരു നടിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് ആലിയുടെ മാനസിക വിഷമങ്ങൾക്ക് താൽക്കാലികമായൊരു ആശ്വാസമാകുന്നു. ഇതേസമയം സ്റ്റേഡിയത്തിൽ കളി ആരംഭിക്കുകയാണ്. സെന്റ് ആന്റണീസിന്റെ ഡെലാനി തുടക്കം മുതൽ തന്നെ കടുത്ത അക്രമാസക്ത സ്വഭാവത്തോടെയാണ് കളിക്കുന്നത്. ഗാരറ്റിനെ ലക്ഷ്യം വെച്ച് അവന്റെ ക്രൂരമായ ഹിറ്റുകൾ കളിയിലെ പിരിമുറുക്കം കൂട്ടുന്നു. ഗാരറ്റിനെ മറികടന്ന് ഡെലാനി ആദ്യ ഗോൾ നേടുകയും ചെയ്ത് തിരിച്ചടിക്കാൻ നോക്ക രാജകുമാരി എന്ന് പറഞ്ഞ് അവനെ പരസ്യമായി അപമാനിക്കുന്നു. കളിയുടെ ആദ്യ പകുതിക്ക് ശേഷം ലോക്കർ റൂമിലെത്തുന്ന ഗാരറ്റിനോട് ഡെലാനി നിന്നെ തന്നെ ലക്ഷ്യം വെച്ചാണ് കളിക്കുന്നതെന്നും അതുകൊണ്ട് ദയവായി ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കാതെ പന്ത് വേഗത്തിൽ പാസ് ചെയ്യണമെന്നും കോച്ച് കർശനമായി ആവശ്യപ്പെടുന്നു. എന്നാൽ കടുത്ത അമർഷത്തോടെയും ദാക്ഷിണ്യമില്ലാത്ത മനോഭാവത്തോടെയുമാണ് ഗാരറ്റ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഇതേസമയം തന്റെ വിഷമങ്ങൾക്കിടയിൽ മനസ്സ് തുറക്കാൻ കഴിയാതെ വലഞ്ഞ ഹാന ഒടുവിൽ അവളുടെ മ്യൂസിക് അഡ്വൈസറായ ഡാവിഡിന്റെ അടുത്തെത്തുന്നു. അവിടെ ഡാവിഡ് തന്റെ മകനു വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു മനോഹരമായ സംഗീതം പിയാനോയിൽ വായിക്കുകയായിരുന്നു. ആ സംഗീതം കേട്ട് വികാരാധീനയായ ഹാന തന്റെ ഉള്ളിലെ വേദനകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തനിക്കൊരിക്കലും കഴിയില്ലെന്ന് സങ്കടത്തോടെ പറയുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യം മറ്റുള്ളവരോട് തുറന്നു പറയുന്നത് മനസ്സിന് വലിയൊരു ആശ്വാസവും സുഖപ്പെടുത്തലുമായിരിക്കും എന്ന് അദ്ദേഹം അവളെ ഉപദേശിക്കുന്നു. മാത്രമല്ല, ഹാനയെ കാണുമ്പോൾ മനസ്സറിഞ്ഞു ചിരിക്കുന്ന, അവളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ആരെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ആ നിമിഷം ഹാനയുടെ മനസ്സിലേക്ക് വരുന്നത് ഗാരറ്റിന്റെ മുഖമാണ്. ഗാരറ്റിന് തന്റെ സാന്നിധ്യം എത്രത്തോളം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഹാന വേഗത്തിൽ സ്റ്റേഡിയത്തിൽ പുറപ്പെടുന്നു. എന്നാൽ കളിസ്ഥലത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു. രണ്ടാം പകുതിയിൽ റാൻസം ടീം 3-1 പിന്നിലായി പോകുന്നു. ഗാരറ്റിന്റെ അശ്രദ്ധയും ദേഷ്യവും കാരണം കളി പൂർണ്ണമായും കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. ഇതിനിടയിൽ ഡെലാനി കളിയിൽ ക്രൂരതയുടെ അളവ് കൂട്ടുകയും റാൻസം ടീമിലെ പ്രധാന കളിക്കാരനായ ബേർഡിയെ അതിക്രൂരമായി ഇടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. തലയ്ക്ക് കടുത്ത ഇഞ്ചറി പറ്റിയ ബേർഡിക്ക് കളിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറേണ്ടി വരുന്നു. ഈ അക്രമം ടീം അംഗങ്ങളിലിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കുന്നത്. തുടർന്ന് ലോക്കർ റൂമിൽ വെച്ച് ഗാരറ്റും ലോഗനും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാകുന്നു. നീ ഒരു സ്വാർത്ഥന പോലെയാണ് കളിക്കുന്നതെന്നും നിന്റെ അച്ഛൻ ഫിൽ ഗ്രഹാമിന്റെ മകനായതുകൊണ്ട് നിനക്ക് തോന്നിയതുപോലെ ഇവിടെ കളിക്കാൻ കഴിയില്ലെന്നും ലോഗൻ ഗാരറ്റിനെ കുറ്റപ്പെടുത്തുന്നു. ഇത് കേട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ഗാരറ്റ് ലോഗനെ അടിക്കാൻ മുതിരുന്നു. മറ്റു ടീം അംഗങ്ങൾ ഇടപെട്ടാണ് അവരെ കഷ്ടിപ്പി മാറ്റുന്നത്. മറ്റു കളിക്കാരോട് ദേഷ്യപ്പെട്ട് ലോക്കർ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗാരറ്റിന് മുന്നിലേക്കാണ് ഒടുവിൽ ഹാന വന്നെത്തുന്നത്. തന്നെ കാണാൻ ഹാന വന്നത് അവന് വലിയൊരു ആശ്വാസമായി മാറുന്നു. തനിക്ക് മത്സരം കാണാൻ നേരത്തെ വരാൻ കഴിയാതിരുന്നതിൽ അവൾ മാപ്പ് ചോദിക്കുന്നു. താൻ വളരെ മോശമായിട്ടാണ് കളിക്കുന്നതെന്നും തന്നെ അച്ഛൻ ഫില്ലും സിൻഡിയും അവിടെ വന്നിട്ടുണ്ടെന്ന കാര്യവും ഗാരറ്റ് അവളോട് പറയുന്നു. എന്നാൽ അച്ഛൻ കളി കാണാൻ വരുന്നത് അവന് യാതൊരു വിധത്തിലും പ്രതിബന്ധമാകരുതെന്നും അവനെ തോൽപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം കളി ജയിക്കുക എന്നതാണെന്നും പറഞ്ഞ് ഹാന അവന് ധൈര്യം നൽകുന്നു. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി കളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾ അവനോട് ആവശ്യപ്പെടുന്നു. അവന്റെ ഉള്ളിലെ ഭാരങ്ങളെല്ലാം അലിയിച്ചു കളയാൻ ഹാനയുടെ സ്നേഹനിർഭരമായ വാക്കുകൾക്ക് സാധിക്കുന്നു. കളിക്കളത്തിലേക്ക് പോകുന്നതിന് തൊട്ടുമുൻപ് അവർ പരസ്പരം സ്നേഹം വെളിപ്പെടുത്തുന്നു. മൂന്നാം പകുതിയിൽ തികച്ചും മാറിയൊരു ഗാരറ്റിനെയാണ് നമ്മൾ കാണുന്നത്.
താൻ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ നോക്കാതെ ഒപ്പമുള്ളവരെ വിശ്വസിച്ച് അവൻ കളിക്കാൻ തുടങ്ങുന്നു. ഗാരറ്റിന്റെ മികച്ചൊരു അസിസ്റ്റിൽ സഹതാരമായ ടക്കർ ഗോൾ നേടുന്നതോടെ റാൻസം ടീം മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവരുന്നു. ഈ സമയം ഡ്രാമ ബിൽഡിംഗിൽ ആലിയുടെ പ്രകടനത്തെ ജൊവാന മാക്സ്വെൽ വളരെയധികം പ്രശംസിക്കുന്നു. ബ്രോഡ്വേയിലെ കഠിനമായ ജീവിതത്തെക്കുറിച്ചും തനിക്ക് പ്രണയബന്ധങ്ങൾക്ക് സമയം കിട്ടാതിരുന്നതിനെക്കുറിച്ചും ജൊവാന സംസാരിക്കുന്നു. ഇത് കേട്ട് ആലി തന്റെ പ്രണയ തകർച്ചയെക്കുറിച്ചും ഒരു റിലേഷൻഷിപ്പിൽ അല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഷീൻ തന്നെ കുറ്റപ്പെടുത്തിയതിനെക്കുറിച്ചും തുറന്നു പറയുന്നു. തനിക്ക് ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ആലിയ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് ഏറ്റവും നല്ല വഴി യാതൊരു പ്രതിബന്ധവുമില്ലാത്ത തികച്ചും താൽക്കാലികമായൊരു ബന്ധം, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, പരീക്ഷിക്കുകയാണെന്ന് ജൊവാന അവളെ ഉപദേശിക്കുന്നു. പുതിയൊരാളുമായി ഒറ്റ തവണ മാത്രം കണ്ടുമുട്ടി ആസ്വദിക്കാൻ ജൊവാന നൽകുന്ന ഉപദേശം ആലി സ്വീകരിക്കുന്നു. തുടർന്ന് ഇതിനായി അവർ രണ്ടുപേരും ചേർന്ന് അടുത്തുള്ള ഒരു ബാറിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇതോടെ കളിസ്ഥലത്തും പുറത്തും കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ബാറിലെത്തിയ ആലി അവിടെ വെച്ച് കാർട്ടർ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു. ജൊവാനയുടെ നിർദ്ദേശപ്രകാരം ആലി അവനുമായി താൽക്കാലികമായി ഒരു രാത്രി പങ്കിടാൻ മുതിരുന്നുവെങ്കിലും തനിക്കതിന് കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. താൻ ഒരു സീരിയൽ മോണോഗാമിസ്റ്റ് ആണെന്നും തനിക്ക് താൽപ്പര്യമുള്ള മറ്റൊരാൾ മനസ്സിലുണ്ടെന്നും അവൾ കാർട്ടറോട് തുറന്നു പറയുന്നു. അവളുടെ സത്യസന്ധത ഇഷ്ടപ്പെട്ട കാർട്ടർ അവൾക്കൊരു നിർദ്ദേശം നൽകുന്നു. താൻ അവളെ ചുംബിക്കാം, എന്നിട്ട് ആ ചുംബനത്തിന്റെ ബലത്തിൽ അവൾക്ക് കൂട്ടുകാരിയായ ജൊവാനയോട് വലിയൊരു രാത്രിയുടെ കഥ പറഞ്ഞ് ബഡായി അടിക്കാമെന്ന് അവൻ പറയുന്നു. അവർ തമ്മിൽ മനോഹരമായൊരു ചുംബനം പങ്കിടുകയും ആലി തിരികെ ജൊവാനയുടെ അടുത്തേക്ക് പോകുകയും ചെയ്യുന്നു. ഇതേസമയം കളിക്കളത്തിൽ മത്സരം അതിന്റെ അവസാന 2 മിനിറ്റിലേക്ക് കടക്കുകയാണ്. ഒത്തൊരുമയോടെ കളിച്ച ഗാരറ്റും ലോഗനും പരസ്പരം അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ കളിയിലെ അവസാന ഫേസ് ഓഫിന് ഗാരറ്റും ഡെലാനിയും നേർക്കുനേരെത്തുമ്പോൾ ഡെലാനി കളിക്ക് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഗാരറ്റിനെ ചൊടിപ്പിക്കാൻ നോക്കുന്നു. ഹാനയെ ഒരു നുണച്ചിയായ വേശ്യ എന്ന് വിളിച്ച് അവൻ ഗാരറ്റിനെ പ്രകോപിപ്പിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവളെ അപമാനിക്കുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ പോയ ഗാരറ്റ് നിയന്ത്രണം പൂർണ്ണമായി വിട്ട് ഡെലാനിയെ ക്രൂരമായി ഇടിച്ചു ചതയ്ക്കുന്നു. കളിക്കളത്തിലെ ഈ കയ്യാങ്കളി കാരണം ഗാരറ്റിനെ 4 കളികളിൽ നിന്ന് കോച്ച് സസ്പെൻഡ് ചെയ്യുന്നു. കളിക്ക് ശേഷം പുറത്തേക്ക് പോകുന്ന ഗാരറ്റിനെ കാണാൻ അവന്റെ അച്ഛൻ ഫിൽ വരുന്നുണ്ട്. ഗാരറ്റ് ചെയ്ത അക്രമത്തിൽ അയാൾക്ക് കടുത്ത അഭിമാനമാണ് തോന്നിയത്. അക്രമത്തെ കളിയിലെ പഴയ ശൈലി എന്ന് പറഞ്ഞ് അയാൾ പുകഴ്ത്തുന്നത് കേൾക്കുന്ന ഗാരറ്റിന് കടുത്ത വെറുപ്പാണുണ്ടാകുന്നത്. കുട്ടിക്കാലത്ത് ഹോക്കി കളിച്ചുണ്ടായ പരിക്കുകളാണെന്ന് പറഞ്ഞ് അച്ഛൻ തന്റെ ശരീരത്തുണ്ടാക്കിയ ആ പഴയ മുറിവുകളെക്കുറിച്ച് ഗാരറ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെ ഒരു ക്രൂരനാവില്ലെന്ന് ഗാരറ്റ് അച്ഛനോട് തറപ്പിച്ചു പറയുന്നു. എന്നാൽ നീ ഇപ്പോൾ തന്നെ എന്നെപ്പോലെ ആയിക്കഴിഞ്ഞു എന്ന അച്ഛന്റെ പരിഹാസം ഗാരറ്റിനെ തളർത്തിക്കളയുന്നു. ഇനി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്നും തങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീർന്നുവെന്നും പറഞ്ഞ് ഗാരറ്റ് അവിടെ നിന്നും ദേഷ്യത്തോടെ പോകുന്നു. ഗാരറ്റ് പാർക്കിംഗ് ഏരിയയിൽ എത്തുമ്പോൾ അവനെ കാത്ത് ഹാന നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അവർ തമ്മിൽ വലിയൊരു വാക്ക് തർക്കമുണ്ടാകുന്നു. ഡെലാനിയോട് ക്രൂരമായി പെരുമാറിയതിലൂടെ ഗാരറ്റ് സ്വന്തം കരിയറും ഭാവി സാധ്യതകളും നശിപ്പിച്ചു എന്ന് സങ്കടത്തോടെ ഹാന പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴെല്ലാം കാര്യങ്ങൾ വഷളാവുകയുള്ളൂ എന്നും തന്റെ ഭൂതകാലം കാരണം മുൻപും ഒരുപാട് പേരുടെ ജീവിതം തകർന്നിട്ടുണ്ടെന്നും ഹാന ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഹാന തന്നെ ഭയത്തോടെ നോക്കുന്നത് ഗാരറ്റിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. താൻ തന്നെ ക്രൂരനായ അച്ഛനെപ്പോലെ ആയി മാറുന്നു എന്ന ഭയം അവനെ വേട്ടയാടുന്നു. ഹാനയ്ക്ക് നല്ലൊരു പങ്കാളിയാകാൻ തനിക്ക് കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഗാരറ്റ് തങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് പൂർണ്ണമായും തകർന്നു പോയ ഹാന നിരാശയോടെ സൈക്കിളിൽ പോകുന്നതിനിടയിൽ താഴെ വീഴുന്നു. ഒടുവിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവൾ തന്റെ അമ്മയെ വിളിച്ച് കരയുന്നു. തനിക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ട കാര്യവും ഗാരറ്റുമായി പിരിഞ്ഞ കാര്യവും തന്റെ പഴയ കേസ് കാരണം മാതാപിതാക്കളുടെ ജീവിതം തകർന്നതുമെല്ലാം തന്റെ തെറ്റാണെന്ന് അവൾ അമ്മയോട് ഏറ്റുപറയുന്നു. എന്നാൽ ഒരു കുറ്റബോധവും അവളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതില്ലെന്നും ഒരു പാർട്ടിക്ക് പോയി എന്നതിനപ്പുറം അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു. കോളേജ് ഫീസ് എങ്ങനെയും തങ്ങൾ അടച്ചുകൊള്ളാമെന്നും മകളെ ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ടെന്നും അമ്മ ഉറപ്പു നൽകുന്നു. അമ്മയുടെ ആ വാക്കുകൾ ഹാനയ്ക്ക് വലിയൊരു സമാധാനമാണ് നൽകുന്നത്. തുടർന്ന് മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്ന ഹാനയെ കാണാൻ ആലി വരികയും യാതൊരു ചോദ്യങ്ങളും ചോദിക്കാതെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ തിരിച്ചെത്തുന്ന ഗാരറ്റിന്റെ സങ്കടം കണ്ട് അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ലോഗൻ ശ്രമിക്കുന്നതോടെ ഈ അധ്യായം അവസാനിക്കുന്നു. വളരെ തീവ്രമായ വികാരങ്ങളും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും നിറഞ്ഞ ഈ കഥയുടെ അടുത്ത എപ്പിസോഡിന്റെ വിശദീകരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. വീണ്ടും കാണാം. നന്ദി.